ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്താൽ സെർച്ച് എഞ്ചിൻസ് ചെയ്യുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഗൂഗിൾ, ബിങ്, യാഹൂ, ബൈഡു അങ്ങനെ ഏത് സെർച്ച് എഞ്ചിനും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൂഗിൾ ചെയ്യുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ക്രോളിങ്, പിന്നെ ഒന്ന് ഇൻഡെക്സിങ്, പിന്നെ ഒന്ന് റാങ്കിങ്. ഈ 3 കാര്യങ്ങളാണ് ഗൂഗിൾ ചെയ്യുന്നത്. ക്രോളിംഗ് എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ ബോർഡ്സ്, ഗൂഗിളിൻ്റെ ക്രോളേഴ്സ്, ബോർഡ്സ് എന്നൊക്കെ പറയും. ഓക്കെ, ആ ഗൂഗിളിൻ്റെ ബോർഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിലോട്ട് വരികയും നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നമ്മൾ കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസും ക്രോൾ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. ദെൻ ആ ക്രോൾ ചെയ്ത കംപ്ലീറ്റ് ഡാറ്റ ഗൂഗിൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ ഓരോ ഷെല്ലുകളിലായിട്ട് ഗൂഗിൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു സ്റ്റോറിങ്ങിനെയാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകൾ, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ, ഏറ്റവും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഏതാണോ അതെടുത്തിട്ട് ഗൂഗിൾ ടോപ്പിലെത്തിക്കും. അതാണ് റാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ക്രോളിങ്, പിന്നെ ഒന്ന് ഇൻഡെക്സിങ്, ദെൻ റാങ്കിങ്. ലാസ്റ്റാണ് റാങ്കിങ്ങിലോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുക. എന്ന് വെച്ചാൽ യൂസർക്ക് എന്താണോ വേണ്ടത്, എന്താണ് യൂസർ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടൈപ്പ് കണ്ടന്റ് നമ്മളെ ടാർഗറ്റിംഗ് പേജിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്ത് മാക്സിമം നമ്മുടെ വെബ്സൈറ്റ് യൂസർ ഫ്രണ്ട്ലി ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റിന്റെ അതോറിറ്റി ബിൽഡ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീവേഡ് റിസർച്ചിനെ കുറിച്ചായിരിക്കും. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.